വി ഡി സതീശൻ അവിടെ കന്റോൺമെന്റ് ഹൗസിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറായിട്ടുണ്ടാകും. അതൊക്കെ കഴിക്കുന്ന ഒരു തിരക്കിലായിരിക്കും. മുൻ ധനമന്ത്രിമാരെ പോലെ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതൊന്നും നിങ്ങൾ ഇത്തവണ കാണണ്ട എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല മാറ്റങ്ങൾ ഉണ്ടാകും പുതിയ സർക്കാർ വരുമ്പോൾ എന്ന് പറഞ്ഞത്. എല്ലാത്തിലും നമ്മൾ ആ മാറ്റം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പി ആർ പ്രവീണ അവിടെ നിന്ന് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അതോടൊപ്പം എസ് വിജയകുമാറും വേണുഗോപാലകൃഷ്ണനും ജെയ്സൺ ഒപ്പം നമുക്കൊപ്പം തുടരുകയാണ്. അവർ നിയമസഭയുടെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ പതുക്കെ വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. നമുക്ക് വീണ്ടും അവരിലേക്ക് പോകാം. എസ് വിജയകുമാർ, വേണുഗോപാലകൃഷ്ണൻ, ജെയ്സൺ, വീണ്ടും സുപ്രഭാതം, വീണ്ടും സ്വാഗതം. 7 മണി കഴിഞ്ഞ് 51 മിനിറ്റായി. ഇപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പായിരിക്കും കന്റോൺമെന്റ് ഹൗസിൽ. CP ജോണും അവിടെ തയ്യാറാവുകയാണ്. കളക്ടറുമായിട്ടൊരു മീറ്റിംഗിലാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ഈ നികുതി ഘടന പരിഷ്കരിക്കുന്നതിനെ കുറിച്ചാണ്. അതോടൊപ്പം ഈ നികുതിയേതര വരുമാനം വേണുഗോപാലകൃഷ്ണന്റെ ഒരു ഇഷ്ട ഇനമാണ്. വേണുഗോപാലകൃഷ്ണൻ, അപ്പോൾ ഈ സർക്കാർ സേവനങ്ങൾക്കുള്ള ഫീസുകൾ, അതുപോലെ തന്നെ ഫൈൻ, പിഴകൾ, ഇതൊക്കെ കാലാനുസൃതമായി പുതുക്കേണ്ട സാഹചര്യം. അതുപോലെ നമ്മൾ KSRTC കുറിച്ച് പറയുമ്പോൾ അതടക്കമുള്ള 3 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് വലിയ നഷ്ടത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അവയ്ക്കുള്ള ഗ്രാന്റുകൾ കുറച്ചുകൊണ്ട് അവയുടെ പദ്ധതി വിഹിതം എങ്ങനെയാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന രീതിയിൽ സ്വയം പര്യാപ്തമാക്കുക, അങ്ങനെയുള്ള മാറ്റങ്ങളിലേക്ക് പോകുന്നതിനുള്ള ചില സൂചനകളെങ്കിലും ഇത് ഒരു ജനുവരി 29 ബജറ്റ് പുതുക്കലാണെങ്കിലും ഇത്തവണ തന്നെ നമുക്ക് അതിനൊരു റോഡ് മാപ്പ് ഈ ബജറ്റിൽ കാണാൻ സാധിക്കില്ലേ വേണുഗോപാലകൃഷ്ണൻ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം പുതിയ നികുതി വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തിയേ പറ്റൂ. അതുപോലെ തന്നെ സാമ്പത്തിക മാനേജ്മെന്റിനകത്ത് കാര്യക്ഷമത എന്ന് പറയുന്ന ഒരു പുതിയ രീതി അവലംബിച്ചേ പറ്റൂ ഈ സർക്കാരിന്. നികുതി ചോർച്ച പരിഹരിച്ചേ പറ്റൂ. അപ്പോൾ 3 കാര്യങ്ങളിൽ എന്തായാലും ശ്രദ്ധയൂന്നും വി ഡി സതീശൻ. 1, നികുതിയേതര വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുക. 2, ഈ ധനകാര്യ മാനേജ്മെന്റ് സുതാര്യമാക്കുക. 3, ഈ പറഞ്ഞ നികുതി ചോർച്ച തടയുക. ഈ 3 കാര്യങ്ങൾ എന്താ പറയേണ്ട ഒരു ടാസ്ക് ഫോഴ്സിനെ തന്നെ നിയോഗിച്ചുകൊണ്ടായിരിക്കാം അല്ലേ നികുതി ചോർച്ച അടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ വി ഡി സതീശൻ ശ്രമിക്കുക. പിന്നെ ആദ്യ സർക്കാരാണ്, ഒരു സമ്പൂർണ്ണ ബജറ്റ് വന്നു, അത് തിരുത്തുന്നൊരു ബജറ്റാണ് ഇത്. അങ്ങനെ വരുമ്പോൾ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പുകളൊന്നും ഇല്ലാത്തത് കൊണ്ടും ജനക്ഷേമ പരിപാടികൾ വലിയ തോതിൽ പ്രഖ്യാപിക്കുന്ന ഒരു ബജറ്റ് കൂടെ ആയിരിക്കും എന്നതുകൊണ്ടും ചില കടുത്ത തീരുമാനങ്ങൾ മുറുക്കി കൊടുക്കണമെന്ന് AK ആന്റണി തന്നെ പറയുകയുണ്ടായല്ലോ. ആന്റണിയെ ആദ്യമായി മുഖ്യമന്ത്രിയായ ശേഷം വി ഡി സതീശൻ പോയി കാണുമ്പോൾ അത് 2001 കാലമാണ് AK ആന്റണി ഓർമ്മിപ്പിച്ചത്. കാരണം AK ആന്റണി വന്നതിന് ശേഷം ആദ്യം തന്നെ ജനങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ മുറുക്കി കൊടുത്തേ പറ്റൂ, കാരണം അത്രയും മോശം ധനസ്ഥിതിയിലാണ് കേരളം എന്ന്. അതിനേക്കാൾ എത്രയോ വലിയൊരു മോശം അവസ്ഥയിലാണ് എന്ന രൂപത്തിലാണ് ആ ധവളപത്രം കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ വരച്ചു കാട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ആ നിലപാടിൻ്റെ ഒരു ആവർത്തനം ഉണ്ടാകാം. ആ പ്രഖ്യാപനത്തിൻ്റെ ഒരു ആവർത്തനം നാം പ്രതീക്ഷിക്കാൻ വേണം. മുറുക്കി കൊടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ട സാഹചര്യം വരുമെന്ന്. പക്ഷേ സുജയ പാർവതി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കാലങ്ങളായി എന്താ പറയേണ്ടത് ഒരു കിടക്കുന്ന ഒരു സാമ്പത്തിക ബാധ്യതയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും KSRTC അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി അവരുണ്ടാക്കിയിരിക്കുന്ന വലിയ കുടിശ്ശിക. പക്ഷെ അത് സാമൂഹ്യ സേവനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മേഖലകളായതുകൊണ്ട് അതിനകത്ത് കയറി ഇടപെടാൻ കഴിയില്ല. ഈ 2 സ്ഥലങ്ങളിൽ മുമ്പ് UDF സർക്കാരുകൾ കൈവച്ച് കൈപൊള്ളിയിട്ടുള്ളതാണ്. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നല്ലോ ഇതിനെ KSEB എന്ന് പറയുന്നതിനെ പൊതുമേഖലയിൽ നിന്ന് മാറ്റി കമ്പനിയാക്കുക എന്നത്. കേരളം ശക്തമായി എതിർത്ത ഒന്നാണ്. ഇടതുപക്ഷത്തിന് കൃത്യമായൊരു നിലപാടുമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അതിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വാട്ടർ അതോറിറ്റിയുടെ വലിയ നഷ്ടങ്ങൾ ADB വായ്പയൊക്കെ വെച്ചുകൊണ്ട് ഈ പബ്ലിക് ടാപ്പുകൾ മുഴുവൻ നിർത്തലാക്കുന്ന ഒരു സ്വകാര്യ വൽക്കരണത്തിന്റെ സാധ്യതകളിലേക്ക് പോയിരുന്നു. പബ്ലിക് ടാപ്പുകൾ നിന്നു. ADB വായ്പയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വലിയ കലഹങ്ങളുണ്ടായി. പക്ഷെ അപ്പോഴും ആ ബാധ്യതകൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അത് പൊതുമേഖലയിൽ തന്നെ നാം നിലനിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ കാഴ്ചപ്പാടുകളിലൊക്കെ കാതലായ വ്യത്യാസം വരുമോ? ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കാര്യത്തിൽ അവിടെ നിൽക്കട്ടെ, വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വകാര്യവൽക്കരണത്തിന് എന്തെങ്കിലും സൂചനകൾ വരുമോ? നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെ കാതലായ ചുവടുമാറ്റങ്ങൾ വരുമോ ഇല്ലയോ എന്നത് ബജറ്റ് പ്രസംഗത്തിലൂടെ അറിയുവാൻ കഴിയുള്ളൂ. ഒരു കാര്യമുണ്ട്, ഈ KSEBയുമായി ബന്ധപ്പെട്ടേ കുറേ കാലമായി അവർ സർക്കാർ നൽകേണ്ട പണം നൽകുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊരു സാങ്കേതിക ന്യായം മാത്രമല്ലേ ജെയ്സൺ? കാരണം അവിടുത്തെ ഈ പറയുന്ന പെൻഷൻ അതുപോലെ തന്നെ ഈ ശമ്പളം അതൊക്കെ സർക്കാർ ജീവനക്കാർക്ക് വലിയ തുകയാണ്. അത് തിരിച്ചു കൊടുക്കുന്ന സംവിധാനമായിട്ടാണ് അവരത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാരിൽ നിന്ന് ആ തുക കിട്ടുക എന്ന് പറയുന്ന സാധ്യത വളരെ കുറവല്ലേ? ഇത് എനിക്ക് തോന്നുന്നത് വേണുഗോപാലകൃഷ്ണൻ അതൊരു സാങ്കേതിക കാര്യം തന്നെ. വേണുഗോപാലകൃഷ്ണൻ പറഞ്ഞത് അവിടെ നിന്ന് വാങ്ങുക, അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഗിവ് ആൻഡ് ടേക്ക് മാത്രമാണ് അവർ തമ്മിൽ നടക്കുന്നത്. പക്ഷേ അടിസ്ഥാന പ്രശ്നം ധവളപത്രത്തിൽ ചൂണ്ടിക്കാട്ടൊരു വിഷയമുണ്ട്. KSEBയ്ക്കും വാട്ടർ അതോറിറ്റിക്കും ഈ പറയുന്ന KSRTCക്കും ഈ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് ധവളപത്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ്. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും? ഇപ്പോൾ അതൊരു സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന 3 സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളെ ഇനി ടാപ്പ് ചെയ്യാൻ കഴിയില്ല. ജനങ്ങൾക്ക് മേൽ അധിക ബാധ്യതയാവും. ഇപ്പോൾ ഈ KSEB എത്ര തവണ ചാർജ് കൂട്ടുന്നുണ്ട് നമുക്കറിയാമല്ലോ. റെഗുലേറ്ററി കമ്മിറ്റിയും കമ്മീഷനും. പക്ഷേ KSEB ലാഭത്തിലാണ്. പക്ഷേ അപ്പോഴും അത് കാര്യക്ഷമമായി കൂടുതൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കണം എന്നായിരുന്നു ഈ ധവളപത്രത്തിൽ ഉപയോഗിക്കുന്ന വാക്ക്. കാര്യക്ഷമത എന്ന വാക്കാണെന്ന് തോന്നുന്നു ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ എന്ത് ചെയ്യാൻ കഴിയും? വാട്ടർ അതോറിറ്റി വെള്ളക്കരം കൂട്ടുക എന്ന് പറയുന്നത്
തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ്. ഇപ്പോൾ ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യത്തെ ബജറ്റിൽ തന്നെ അങ്ങനെ ഒരു ബാധ്യതയിലേക്ക് പോകാനേ കഴിയില്ലല്ലോ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നഷ്ടത്തിൽ കിടക്കുന്ന ഈ സോപ്പും ചീപ്പും ഉണ്ടാക്കി നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. സർക്കാർ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ എന്ത് ചെയ്യും? അത് ഒന്നുകിൽ സ്വകാര്യവൽക്കരിക്കുക അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക എന്നതാണ് ഈ ധവളപത്രം പറയുന്നത്. സർക്കാരിന്റെ കാലത്ത് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും നഷ്ടത്തിലടിക്കുമ്പോൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, 10 വർഷത്തിനിടയിൽ ഏതാണ്ട് 32ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായി. പണ്ട് ഇളമരം കരീം വ്യവസായ മന്ത്രിയായിരിക്കെ കേരളത്തിലെ മുഴുവൻ 1 or 2 ഒഴികെ ബാക്കി മുഴുവൻ ലാഭത്തിലാണെന്ന കണക്കുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എ കെ ആന്റണി സർക്കാരോ മറ്റോ അധികാരത്തിൽ വന്ന സമയത്ത്, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ആ കണക്ക് തെറ്റായിരുന്നു എന്നും എന്താണ് അതൊരു ഒരു വിൻഡോ ഡ്രസ്സിങ് നമ്മൾ പറയത്തില്ലേ, ജനാലയ്ക്കരികെ എല്ലാം അടുക്കി വെച്ച് അകത്ത് നോക്കുമ്പോൾ ഗംഭീരമാണെന്ന് തോന്നുന്ന ഒരു വിൻഡോ ഡ്രസ്സിങ് ഒരു പരിപാടിയുണ്ട്. അപ്പം ആ ജനാലയ്ക്ക് മുന്നിൽ നോക്കുമ്പോൾ എല്ലാം ഗംഭീരമാണ്, പക്ഷെ അകത്ത് കയറുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞതുപോലെയാണെന്ന് പിന്നീട് ആ കണക്ക് തെറ്റായിരുന്നു എന്ന് പിന്നെ വന്ന UDF സർക്കാർ അതിനെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്നത് ധവളപത്രം വെച്ച് നോക്കിയാൽ വളരെ മോശമാണ്. എത്ര എണ്ണത്തെ നമുക്ക് പുനർജീവിപ്പിക്കാൻ കഴിയും, എത്ര എണ്ണത്തിന് ഇങ്ങനെ പണം കൊടുത്ത് ഇങ്ങനെ നിലനിർത്താൻ കഴിയുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നിലനിർത്തി പോകണോ എന്നതൊക്കെ ഈ സർക്കാരിൻ്റെ നയപരമായ തീരുമാനം. ഒരു 102 അംഗങ്ങളുടെ പിന്തുണയുണ്ട്, പൊളിറ്റിക്കൽ വില്ലുണ്ട്, വലിയ ഭൂരിപക്ഷവുമുണ്ട്, റിഫോംസിലേക്ക് കടക്കാവുന്ന ഒരു മാൻഡേറ്റ് ഉണ്ട് ഈ ഗവൺമെൻറ്റിന്. അപ്പം ശക്തമായ ധൈര്യത്തോടെയുള്ള ധനകാര്യ ഇടപെടലിന് വി.ഡി. സതീശൻ തയ്യാറാകും എന്നതാണ് പ്രധാനം. അതെ വിജയ്, ഈ ഇന്ധന സെസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് കുറയ്ക്കുക, നേരത്തെയും സുജയ പാർവതി ആവർത്തിച്ച് ചോദിച്ചൊരു വിഷയമാണല്ലോ. അന്ന് ആ സമയത്ത് സതീശൻ പറഞ്ഞിരുന്നൊരു കാര്യം, ഇത് തുടർച്ചയായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയുള്ള ഒരു നിലപാടെടുക്കാൻ കഴിയില്ല എന്ന്. ഇപ്പോൾ ഇറാൻ യുദ്ധം അവസാനിച്ചു, 3 അക്കത്തിൽ നിന്ന് 2 അക്കത്തിലേക്ക് കാര്യമായി ക്രൂഡ് വില കുറഞ്ഞു, സ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മാർക്കറ്റ്. ആ ഘട്ടത്തിൽ വി.ഡി. സതീശൻ ഈ നേരത്തെ പറഞ്ഞ വാക്ക് പാലിക്കുമോ ഇല്ല? അത് സുജയ പാർവതി ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അവിടെയാണ് പക്ഷേ ജെയ്സൺ പറഞ്ഞൊരു കാര്യം, കൂട്ടാൻ പറ്റില്ല, ഈ ഇന്ധനവില വർദ്ധിച്ചിരിക്കുന്നുണ്ട്, പക്ഷേ ഇന്ധനവില ഇനി കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന സെസ് കുറച്ചുകൊണ്ടൊരു നഷ്ടത്തിലേക്ക് പോകണോ, അതല്ല ഇതൊരു അവസരമാക്കി ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് തന്നെ ചിലപ്പോൾ ആലോചന പോകും. അതെ, സുജയ് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ധനത്തിന് സെസ് കുറയ്ക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം സെസ് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പണം ഇപ്പോൾ യുദ്ധമാണ് പ്രധാന പ്രശ്നം. അത് കഴിയുന്നതോടെ ക്രൂഡ് ഓയിലിന്റെ വില, ഇപ്പോൾ തന്നെ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു, ഇനി ക്രൂഡ് ഓയിലിന്റെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇന്ധന വിലയോ കുറയ്ക്കില്ല ജെയ്സൺ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സാധാരണക്കാർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ തസ്തികകളൊക്കെ ഒന്ന് പുനഃക്രമീകരിച്ചൂടെ? കാരണം ആവശ്യമില്ലാത്ത തസ്തികകൾ കുറേ ഉണ്ടല്ലോ. ഒരേ ജോലി ചെയ്യുന്ന വകുപ്പുകളെയൊക്കെ ഒന്ന് സംയോജിപ്പിക്കാം, ഭരണപരമായിട്ടുള്ള ചെലവുകളൊക്കെ കുറയ്ക്കാം, ഔദ്യോഗിക വാഹനം, യാത്രകൾ, ആഡംബര നവീകരണങ്ങൾ, ഇതിനൊക്കെ കർശന നിയന്ത്രണം അങ്ങ് കൊണ്ടുവരണം. അതുപോലെ തന്നെ സബ്സിഡികൾ അത് ലക്ഷ്യാധിഷ്ഠിതമാക്കണം. അർഹരായ ആളുകൾക്ക് അവരിലേക്ക് മാത്രം ഈ സബ്സിഡി എത്തുന്ന രീതിയിൽ മാനദണ്ഡങ്ങൾ കർശനമാക്കിയാൽ തന്നെ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെയൊക്കെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ചെറുതായി മിച്ചം പിടിക്കും. അങ്ങനെ പിടിച്ച് വേണം നമ്മൾ ഈ കടക്കണിയിൽ നിന്ന് കരകയറാൻ. അതിനൊക്കെ വി.ഡി. സതീശന് ഇറങ്ങി പുറപ്പെട്ടൂടെ? അതിനൊന്നും വലിയ ചെലവൊന്നുമില്ലല്ലോ. ഒറ്റ കാര്യം പറയട്ടെ, ഇപ്പോൾ സുജയ ചോദിച്ചതുപോലെ ഈ ജീവനക്കാരുടെ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു, NGO അസോസിയേഷന്റെ പരിപാടിയിൽ. ആ NGO അസോസിയേഷന്റെ പരിപാടിയിൽ വി.ഡി. സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്കൊരു വിസ്മയമുണ്ട്, ബജറ്റ് സർപ്രൈസ് ഉണ്ട്, ബജറ്റ് വരട്ടെ. വലിയ കയ്യടികളോടെയാണ് കോൺഗ്രസിന്റെ ഈ ജീവനക്കാരുടെ സംഘടന NGO അസോസിയേഷൻ അതിനെ സ്വാഗതം ചെയ്തു. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവണം. അല്ല, NGO അസോസിയേഷൻ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, ഒന്ന് പെൻഷൻ പ്രായം കൂട്ടുക എന്നുള്ളതാണ്, 60 ആക്കണം. കാരണം കോൺട്രിബ്യൂട്ടറി പെൻഷന് 60 ആണ്. അത് ഇപ്പോൾ മൊത്തം 5,20,000 ജോലി ജീവനക്കാരാണുള്ളത്. അതിൽ തന്നെ 2,60,000 ജീവനക്കാർ കോൺട്രിബ്യൂട്ടറി പെൻഷൻ വരുന്നതാണ്. അവരുടെ പെൻഷൻ പ്രായം 60 ആണ്. അപ്പം ഇപ്പൊ ലൈഫ് ശമ്പള കമ്മീഷനെ വെച്ചിട്ടില്ലേ കഴിഞ്ഞ സർക്കാർ? 7 വർഷമായി അത് പരിഷ്കരിച്ചിട്ടില്ല, അത് വേണം. ഇത് അപ്പം ഇതിൽ പെൻഷൻ പ്രായം കൂട്ടാനൊരു സാധ്യതയില്ല. പിന്നെ അരിയേഴ്സ്, DAയുടെ അരിയേഴ്സാണ് 36,000 കോടി രൂപയിലധികമാണ് കൊടുക്കേണ്ടത്. അതിലെ ഗഡു തരണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ തൊടാതിരിക്കുകയും ജീവനക്കാർക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം നൽകുകയും കൂടെ ചെയ്താൽ കേരളത്തിൽ വലിയ പ്രശ്നമാണ്. അതിന് സാധ്യത വളരെ കുറവാണ്. ഇപ്പം നമ്മൾ തമ്മിൽ ഇച്ചിരി മുമ്പ് തർക്കിച്ച ഒരു കാര്യമുണ്ട്. DA കുടിശ്ശിക, ക്ഷാമബത്തയുടെ ആദ്യ ഗഡു കൊടുക്കുന്ന ബാലഗോപാൽ പറഞ്ഞതാണ്. പക്ഷേ ആദ്യ ഗഡു തന്നെ കൊടുക്കുന്ന സമയം സാവകാശം തേടാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് പെൻഷൻ പ്രായം കൂട്ടില്ല. അതിന് ഒരു അടിസ്ഥാന കാരണമുള്ളത്, പെൻഷൻ പ്രായം കൂട്ടില്ല, അതിൻ്റെ ഒരു അടിസ്ഥാന കാരണമുള്ളത് പെൻഷൻ പ്രായം കൂട്ടി 58 എന്നുള്ളത് 60 ആക്കുന്നു. 58 കൂട്ടുക ഉണ്ടായി, അത് 60 ആക്കുന്നു. അങ്ങനെ വരുമ്പോൾ
ഒരു വർഷം 2 വർഷം നമുക്ക് നീട്ടി കിട്ടുന്നു. ഒരു വർഷം 600 കോടി, 2 വർഷം 1200 കോടി. ഈ 1200 കോടി കിട്ടുന്ന ഒരു ഗുണമല്ല എന്നിപ്പോൾ ഒരു കണ്ടെത്തിയിരിക്കുന്നതിൻ്റെ കാരണം അത് ലാഭമോ നഷ്ടമോ ഒന്നുമില്ലാത്തൊരു കാര്യമാണ്. 2 വർഷം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെയാണെങ്കിൽ നിയമന നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. യുവജന പ്രക്ഷോഭത്തിന് അത് വഴിവെക്കും. ഫലത്തിൽ സർക്കാരിന് സാമ്പത്തികമായ നേട്ടവുമില്ല. അതുകൊണ്ട് ഈ 1200 കോടി എന്നതിലൂടെ ഒരു വലിയ വിവാദം തലയിലേക്ക് എടുത്ത് വെക്കാൻ സാധ്യത. നമ്മൾ ബജറ്റിനെ പറ്റി പറഞ്ഞു തുടങ്ങിയപ്പം വളരെ പ്ലസന്റ് ആയ ഒരു മോർണിംഗ് ആയിരുന്നു അല്ലേ? നല്ല സൂര്യപ്രകാശമുള്ള നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. നമ്മൾ ബജറ്റിന്റെ കാര്യങ്ങളിലേക്ക് കടന്നപ്പോഴേക്ക് ആകാശം ഒന്ന് മങ്ങിയിട്ടുണ്ട്. നിയമസഭയുടെ മുകളിൽ കർമ്മേയവും വന്നിട്ടുണ്ട്. അപ്പം അതുതന്നെയായിരിക്കും സതീശന്റെ കാര്യവും. ബജറ്റിനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ ഗംഭീരമായിരിക്കും. പോകെ അതിൽ സംഗതി ഉള്ളടക്കത്തിലേക്ക് വരുമ്പോഴാണ് മങ്ങുമോ അതോ അങ്ങനെ കന്റോൺമെന്റ് ഹൗസിൽ ആ കാർമേഘം ഉണ്ടോ എന്നൊന്ന് ഞാനൊന്ന് നോക്കിയിട്ട് വരാം. സാധാരണഗതിയിൽ സംശയം ചോദിച്ചിട്ട് കേട്ടിട്ടേ പോകുന്നുള്ളൂ. ശരി, വേഗം തീർക്കാം. അതായത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ ബജറ്റിന് ശേഷം മീഡിയ റൂമിൽ വന്ന് അദ്ദേഹം കാണുമോ, അതോ മുൻ ധനമന്ത്രി കൂടിയാണ് എന്നതുകൊണ്ട് ബാലഗോപാൽ കാണുമോ, അതോ രണ്ടുപേരും കൂടി ഇരുന്ന് കാണുമോ, അതല്ല ആദ്യത്തെ ആൾ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആൾ കാണുമോ? എന്തായാലും പിണറായി വിജയൻ കാണുമെന്നാവുന്നു. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കുറെ കൂടി കൃത്യമായ ഇടവേളകളിൽ വാർത്താ സമ്മേളനം നടത്തി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും ഒരു കുഴപ്പം എന്താ പറയുക വിജയ, പെട്ടെന്ന് വരില്ല. മറ്റങ്ങനെയല്ല, ബജറ്റ് പ്രസന്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞ ഉടനെ പ്രതിപക്ഷത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ധവളപത്രം കഴിഞ്ഞപ്പോൾ ബാലഗോപാലെ കണ്ടുള്ളൂ, പിണറായി വിജയൻ വന്നിരുന്നില്ല. അല്ല, മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമോ ബജറ്റ് അവതരിപ്പിച്ച ശേഷം? ധനമന്ത്രി തീർച്ചയായിട്ടും. അത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴത്തെ സൗകര്യം ഇല്ല ധനമന്ത്രിക്ക്, അല്ലേ? അപ്പൊ ഇനി സുജിയ കന്റോൺമെന്റ് ഹൗസിലേക്ക് പോകും. കന്റോൺമെന്റ് ഹൗസായിട്ട് ബന്ധപ്പെട്ട ഒരു പഴയ കഥയുണ്ടല്ലോ വിജയ. സുജിയ അതുകൂടി പറഞ്ഞിട്ട് ഇടവേള അങ്ങോട്ട് വരാം. കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് എന്തിനാണ് ഒരു ധനമന്ത്രി പോകുന്നത്? സാധാരണ ക്ലിഫ് ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രി പോയി ബജറ്റ് അവതരിപ്പിച്ചാൽ മതിയല്ലോ. പ്രതിപക്ഷ നേതാവിന്റെ വസതിയാണല്ലോ. പക്ഷേ കന്റോൺമെന്റ് ഹൗസ് പ്രതിപക്ഷ നേതാവിന്റെ വസതിയാണെങ്കിലും അവിടുന്ന് ധനമന്ത്രി എന്ന നിലയിൽ സി അച്യുതമേനോൻ ബജറ്റ് അവതരിപ്പിക്കാൻ പോയിട്ടുണ്ട് അല്ലേ വേണു ബാലകൃഷ്ണൻ? അല്ലേ, അച്യുതമേനോനാണ് ആ റെക്കോർഡ് നേരത്തെ ഉള്ളത് അല്ലേ? 71. അതിനുശേഷം കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന ധനമന്ത്രിയാണ്. അതെ, അതിനുശേഷം കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമാണ് വി ഡി സതീശൻ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. തിരികെ ക്ലിഫ് ഹൗസിലേക്കാണെന്നാണ്. ക്ലിഫ് ഹൗസിന്റെ പണിയെല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് തിരികെ നാളെ മുതൽ ക്ലിഫ് ഹൗസിലേക്കാണെന്നാണ്. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയപ്പം എന്തുകൊണ്ട് ബേക്കറി സെന്ററിൽ വെച്ച് വാർത്താ സമ്മേളനം നടത്തി എന്നതിന് കാരണം പറഞ്ഞതാണ് ക്ലിഫ് ഹൗസ് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. കന്റോൺമെന്റ് ഹൗസിൽ ആൾ അങ്ങോട്ട് പോയല്ലേ പറ്റുള്ളൂ. ബജറ്റിന് ശേഷം വലിയ മാറ്റം ഉണ്ടാവും. ക്ലിഫ് ഹൗസിൽ നിന്ന് വി ഡി സതീശൻ അല്ല, കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് വി ഡി സതീശൻ ക്ലിഫ് ഹൗസിലേക്കും അവിടെ മറ്റേ വാടക വീട്ടിൽ നിന്ന് പിണറായി പെട്ടെന്ന് പോവില്ല. കന്റോൺമെന്റ് ഹൗസിന് കുറച്ച് പണിയുണ്ട്. അല്ലെങ്കിലും വാടക വീട് നല്ലതാണ്. മാത്രമല്ല വിജയ, ഈ പറയുന്ന സുജയ പർവതി ഇതിന്റെ അറ്റകുറ്റപ്പണികൾ എന്ന് പറഞ്ഞതിനെ പ്രതിപക്ഷം കളിയാക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സർക്കാർ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് മോടി പിടിപ്പിക്കൽ, നിങ്ങൾ ചെയ്യുമ്പോൾ അറ്റകുറ്റപ്പണി. എന്തായാലും അതിനകത്ത് 3 കോടി എന്തോ ആണ് മാറ്റി വെച്ചിരുന്നത്. അതിലെന്തോ 1.25 കോടിയും ക്ലിഫ് ഹൗസിന്റെ ഈ പറയുന്ന മോടി പിടിപ്പിക്കലിന് അല്ലെങ്കിൽ ഭാഷയിലാണെങ്കിൽ അറ്റകുറ്റപ്പണിക്ക് ഇതിന് എന്താ പറയുക ഒരു കാര്യം കൂടിയുണ്ട്. അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വലിയ രീതിയിൽ ചോദ്യങ്ങൾ ഉയരുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ഇരിക്കുമ്പോൾ, അതല്ലെങ്കിൽ എം സ്വരാജ് വന്ന് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. പക്ഷേ വി ഡി സതീശനോട് അത്രയ്ക്ക് അങ്ങോട്ട് ചോദിച്ചാലും ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നൊരു പരാതിയും അത് ട്രോൾ ലോകത്തും അല്ലാതെയും ഒക്കെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കതിനൊരു പരിഹാരം കാണണം. വി ഡി സതീശനോട് ചോദിക്കാനുള്ളത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. ചോദ്യത്തോട് പിണറായിക്കായാലും വി ഡി സതീശനായാലും ഒരുപോലെ അസഹിഷ്ണുതയുണ്ട്. അവസാനം വരെ ഇരിക്കാറുണ്ട് ചോദ്യം അല്ലേ? അത് ശരി, അവസാനം വരെ ശരിയാണ്. ഇപ്പൊ ഈ പറയുന്ന മോടി പിടിപ്പിക്കലിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ കന്റോൺമെന്റ് ഹൗസ് അദ്ദേഹം ഒഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഈ വാടക വീട്ടിൽ നിന്ന് മാറുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഷോണിന്റെ ഇന്നലെ നമ്മളോട് ഈ പറയുന്ന വീണയെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അതിലെ വസ്തുത എത്രയെന്ന് അറിയില്ല സുജയ പാർവതി. അദ്ദേഹത്തിന് ഇനിയിപ്പോൾ 3 ലക്ഷം രൂപ വാടകയുള്ള വീട്ടിൽ വെച്ചായിരുന്നല്ലോ ഇ ഡിയുടെ പരിശോധന കടന്നത്. അന്ന് ബഹളം ഉണ്ടായി. ഇപ്പോൾ ഇ ഡിയുടെ ഓഫീസിലേക്ക് വീണ എത്തിയപ്പോൾ ബഹളമൊന്നുമില്ല. നല്ല സഖാക്കളെ ഇതിന് കിട്ടില്ല. അതൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഒളിച്ചു വെച്ചൊരു പ്രയോഗമാണ് 3 ലക്ഷം രൂപ വാടകയെന്ന്. 3 ലക്ഷം രൂപ ഉണ്ടാവുമോ ആ വീടിന് വാടക? വലിയ വീടാണ്, അതിനകത്ത് സംശയം. വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ കിട്ടുമോ? ആർക്കറിയാം. അപ്പൊ അത് പിന്നെ ഈ പറയുന്ന സുജയ നേരത്തെ പറഞ്ഞില്ലേ, ഈ പറയുന്ന മോഡി വേണു ബാലകൃഷ്ണൻ മോഡി പിടിപ്പിക്കലും അറ്റകുറ്റപ്പണി ഈ മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ടായിരുന്ന ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹെലികോപ്റ്ററിന്റെ കാര്യത്തിലും അത് മുഖ്യമന്ത്രി അന്ന് മുഖ്യമന്ത്രി ഉപയോഗിച്ചു. ഇപ്പൊ അത് പോലീസിന് ഉപയോഗിക്കും. അപ്പൊ അന്നത് പിണറായി വിജയൻ ഉപയോഗിച്ചു എന്നും ഇപ്പൊ അത് പോലീസിന്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വന്ന മട്ടിൽ
വാർത്ത വരുന്നു, ആ സമയത്ത് മാധ്യമങ്ങൾ കുഴപ്പമൊന്നുമില്ല എന്ന വിമർശനം CPM നിന്ന് വരുന്നുണ്ട് അല്ലേ? അതെ, അപ്പൊ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം സുജയ ഭാരതി. ഇപ്പൊ 71 കാര്യം വിജയൻ ഇപ്പൊ പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ഈ ഐസക് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ചില എന്താ പറയേണ്ടത്, ചില രസകരമായ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കുസൃതികളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില കാഴ്ചപ്പാടുകളും കവിതയുടെ കാര്യമാണ് നിൽക്കണം. നടപ്പാകാത്ത കാര്യങ്ങൾ നടപ്പാകുമെന്ന് എല്ലാവരെയും ധരിപ്പിക്കുകയും അത് പിന്നെ തെറ്റിദ്ധരിപ്പിക്കുകയും ഒക്കെ ആകുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇസ്ലാമിക ബാങ്കിങ്ങിലൂടെ 20,000 കോടി കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് മൂലധന ചെലവിലേക്ക് അത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഒരു ബജറ്റിൽ പറഞ്ഞു. ഇസ്ലാമിക ബാങ്കിന്റെ പ്രത്യേകത അറിയാലോ, പലിശ കൊടുക്കേണ്ടതില്ല എന്നതാണ്. പിന്നെ അതുപോലെയാണ് ഈ പറയുന്ന മണൽ വാരുമ്പോൾ പിന്നെ ഡാമുകളുടെ ആഴം കൂടുമ്പോൾ ജല ലഭ്യതയും കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അത് വൈദ്യുതി ഉൽപ്പാദനത്തിനടക്കം ഗുണമാകും. പിന്നെ ഈ മണൽ അവിടെ വെറുതെ ഇത്രയും കാലമായിട്ട് നമ്മൾ ആലോചിച്ചില്ല ഇദ്ദേഹം എന്തൊരു മനുഷ്യനാണെന്ന്. അത് വിറ്റുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ പറഞ്ഞു, നടന്നില്ല. പിന്നെ നികുതിയേതര വരുമാനങ്ങളുടെ കാര്യമാണല്ലോ പറഞ്ഞത്. ഒരു ബജറ്റിൽ അവതരിപ്പിച്ചൊരു കാര്യമാണ് അദ്ദേഹം ഈ ലക്കി ഡിപ്പ്, അന്ന് വെനസ്വേലൻ മോഡൽ എന്നൂടെ പറയുന്നുണ്ട്. എന്ത് സാധനം വാങ്ങുമ്പോഴും ഒരു ലക്കി ഡിപ്പ് കൂടെ കൊടുക്കുന്നു. അപ്പോൾ അതിലൂടെ നമുക്ക് നികുതി ചോർച്ച തടയാൻ കഴിയും എന്ന് പറഞ്ഞാൽ ആ വെനസ്വേല മോഡൽ ലക്കി ഡിപ്പ് എന്തായി എന്നറിയില്ല. അപ്പോൾ അങ്ങനെ പലതരം കുസൃതികൾ, പലതരം കാര്യങ്ങളുണ്ട്. ലോക സമാധാനത്തിന് നമ്മൾ കുറച്ച് പൈസ മാറ്റി വെച്ചിരുന്നു, 2 കോടി. ആ പൈസ ലാപ്സ് ആയിട്ടുണ്ട്, ലോകത്തൊരു സമാധാനവും ഇല്ല. അപ്പൊ ആ പണം സമാധാനത്തിന് വേണ്ടി ഈ സർക്കാർ ഉപയോഗിക്കുമെന്ന് അറിയാൻ ഒരു താല്പര്യം കൂടി എനിക്കുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അത് ഉപയോഗിക്കേണ്ട സമയമാണിത്. ആകെ സമാധാനക്കേടാണല്ലേ ലോകത്താകെ. പ്രത്യേകിച്ച് CPM-നാണ് ഇപ്പൊ ഈ വിവരാവകാശത്തോടെ ഈ വിവരങ്ങൾ പുറത്തു വന്നതോടെ സമാധാനക്കേടാണ്. അപ്പൊ ഇനി നമുക്ക് കന്റോൺമെന്റ് ഹൗസിലേക്ക് പോകാൻ തോന്നുന്നു അല്ലേ സുജയ?